Question number 2. Show that the relation R in the set R of real numbers defined as R is equal to set of all ordered pairs AB such that A less than or equal to B square is neither reflexive nor symmetric nor transitive. നമുക്ക് ഈ തന്നേക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കേണ്ടത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഓർഡർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ആണ് ഈക്വൽ ടു ബി സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ റിഫ്ലെക്സീവ് അല്ലെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ റിഫ്ലെക്സീവ് ആവാത്ത രീതിക്കാണ് നമ്മൾ എ എന്ന് പറയുന്നത് ചൂസ് ചെയ്യേണ്ടത്. റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എ എന്ന് പറയുന്ന ഓർഡർഡ് പെയർ ആറിലുണ്ടായിരിക്കണം ഫോർ എവറി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അപ്പോൾ എ ആറിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ റിയൽ നമ്പേഴ്സിന് പകരം ഇൻഡിജേഴ്സോ നാച്ചുറൽ നമ്പേഴ്സോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 എന്ന് പറഞ്ഞൊരു ഓർഡർഡ് പെയർ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഇത് ഈ റിലേഷനിൽ ഉണ്ടായിരിക്കും. കാരണം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഇൻഡിജേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കും. പക്ഷെ നമുക്കിവിടെ റിയൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, റിഫ്ലെക്സീവ് അല്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു എ ആണ് നമ്മളോട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെറ്റ് എ എന്ന് പറയുന്നത് ഇപ്പോൾ 1/2 ആണെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദെൻ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/2 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1/4 ആണ്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഓർഡർഡ് പെയർ ആറിലുണ്ടായിരിക്കണം. ആറിലുണ്ടെങ്കിൽ എ ലെസ് ആണ് ഈക്വൽ ടു എ സ്ക്വയർ. ഈ ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഇവിടെ എ നമ്മൾ 1/2 ചൂസ് ചെയ്തു. അപ്പോൾ 1/2 ലെസ് ആണ് ഈക്വൽ ടു 1/4. അതായത് എ ലെസ് ആണ് ഈക്വൽ ടു എ സ്ക്വയർ ആണോ നോക്കാം. 1/2 ആണോ 1/4 ആണോ വലുത്? 1/2 ആണ് വലുത് വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് നോട്ട് ലെസ് ആണ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. കാരണം 1/2 ആണ് വലുത് വരുന്നത്. 1/2 ഈസ് not less than or equal to 1/2 square. അപ്പോൾ ഈ 1/2 എന്ന് പറയുന്ന ഓർഡർഡ് പെയർ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവില്ലല്ലോ. ആറിൻ്റെ റിലേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ 1/2 എന്ന് പറയുന്നത് ആറിൽ ഉണ്ടാവില്ല. ആറിൽ ഇല്ലാത്ത ഒരു ഓർഡർഡ് പെയർ നമുക്ക് കിട്ടി. അപ്പോൾ ആറെന്ന് പറയുന്നത് റിഫ്ലെക്സീവ് അല്ലെന്ന് കിട്ടുമല്ലോ. ഇങ്ങനത്തെ ഏത് ഫ്രാക്ഷൻ എടുത്താലും ഇപ്പോൾ 1/3 എടുത്താലും 1/3 എന്ന് പറയുന്നത് നോട്ട് ലെസ് ആർ ഈക്വൽ ടു 1/3 സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രാക്ഷനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലെന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് സിമ്മട്രിക്ക് അല്ലെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ സിമ്മട്രിക്ക് ആവാത്ത രീതിയിൽ ആണ് നമ്മളൊരു എക്സാമ്പിൾ ചൂസ് ചെയ്യുന്നത്. 1, 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആറിലെടുക്കണം. സിമ്മട്രിക്കിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? എ ബി എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം. ഒരു 1, 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആറിൽ ചൂസ് ചെയ്യണം. 1, 2 ഉണ്ടെങ്കിൽ 2, 1 ഉണ്ടായിരിക്കണം ആറിൽ. 1, 2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആറിൻ്റെ റിലേഷൻ അനുസരിച്ച് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടും ഇത് കറക്റ്റാണ്. പക്ഷെ നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ. 2 സ്ക്വയർ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 സ്ക്വയർ ആണ്. 2 ആണ് വലുത്, 1 സ്ക്വയർ അവിടെ ചെറുതാണ്. അപ്പോൾ 2, 1 എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത ആറിൽ ഉണ്ടാവില്ല. 1, 2 എലമെൻറ്റ് ഓഫ് ആർ ആണ്, ബട്ട് 2, 1 നോട്ട് എലമെൻറ്റ് ഓഫ് ആർ ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആവില്ല, സിമ്മട്രിക് ആവില്ല. Therefore R is not symmetric. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കണ്ടേ? ട്രാൻസിറ്റീവ് അല്ലെന്ന് കാണിക്കാനായിട്ട് 3 എലമെൻറ്റ്സ് ഇവിടെ ചൂസ് ചെയ്യണം. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? എ ബി സി ആറിലുണ്ടെങ്കിൽ എ സി എന്ന് പറയുന്നതും ആറിലുണ്ടായിരിക്കണം. അപ്പോൾ 3 എലമെൻറ്റ്സ് ചൂസ് ചെയ്യാണ് റിയൽ നമ്പേഴ്സിൽ നിന്ന്. 1, -2, 0 എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൽ 3 എലമെൻറ്റ്സ് ചൂസ് ചെയ്യാണ്. പിന്നെ ആദ്യം 1, -2 എന്ന് പറയുന്നത് 1, -2 ബിലോങ്സ് ടു ആർ എടുത്തു. ആൻഡ് -2, 0 ബിലോങ്സ് ടു ആർ എടുത്തു. അപ്പോൾ 1, 0 എന്ന് പറയുന്നത് ആറിൽ ഇല്ലെന്ന് കാണിച്ചാൽ മതി. ആറ് ട്രാൻസിറ്റീവ് അല്ലെന്ന് കാണിക്കാനായിട്ട് ഈ 1, 0 എന്ന് പറയുന്നത് ആറിൽ ഇല്ലെന്ന് കാണിച്ചാൽ മതി. 1, -2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ആറിൻ്റെ റിലേഷൻ അനുസരിച്ച് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2 സ്ക്വയർ, അതായത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്.
അതുപോലെ -2 0 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നമുക്ക് വേണ്ടത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ നോക്കണം. 1 0 എലമെൻ്റ് ആവണമെങ്കിൽ 1 എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 1 0 എന്ന് പറയുന്ന എലമെൻറ്റ് ആറിൽ ഉണ്ടാവില്ല. Therefore 1 0 not element of R. Therefore R is not transitive. 1 -2 ഉണ്ട്, -2 0 ആറിലുണ്ട്. പക്ഷേ 1 0 എന്ന് പറയുന്ന എലമെൻറ്റ് ആറിൽ ഉണ്ടാവില്ല. കാരണം 1 എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. 1 ആണ് ചെറുത്, 1 ആണ് വലുത്. അപ്പം 1 എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ആർ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് അല്ലെന്നും കിട്ടി. താങ്ക് യു.